ടോണി ക്രൂസ്. റയൽ മാഡ്രിഡ് ലോക ഫുട്ബോളിന് സമർപ്പിച്ച ലോകം കണ്ട ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ. 4 UCL കിരീടങ്ങൾ, 4 UEFA സൂപ്പർ കപ്പുകൾ, 4 ലാലിഗ കിരീടങ്ങൾ, 2014 ലോകകപ്പ് കിരീടം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന നേട്ടങ്ങൾ. മാനുവൽ ന്യൂയർ 2024 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് ക്വാർട്ടർ ഫൈനലിൽ സ്പെയിനിനോട് തോറ്റതിനു ശേഷം മാനുവൽ ന്യൂയർ തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഫുട്ബോൾ ചരിത്രത്തിൽ മോഡേൺ ഡേ ഗോൾ കീപ്പർ എന്ന വാക്കിന്റെ പര്യായമായിരുന്നു മാനുവൽ ന്യൂയർ. അദ്ദേഹത്തിന്റെ മികവിനെ അടയാളപ്പെടുത്തുന്ന ഒരു കാര്യം, സാക്ഷാൽ പെപ് ഗാർഡിയോള ബയൺ പരിശീലകനായ കാലത്ത് ന്യൂയറിനെ മിഡ്ഫീൽഡിൽ കളിപ്പിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ബയൺ ബോർഡ് ഇടപെട്ടിട്ടാണ് ആ ഒരു തീരുമാനം പിൻവലിപ്പിക്കുന്നത്. തിയാഗോ അൽക്കന്താര 2024 ജൂലൈയിൽ ലിവർപൂൾ വിട്ടതിന് ശേഷമാണ് സ്പാനിഷ് മിഡ്ഫീൽഡറുടെ വിരമിക്കൽ പ്രഖ്യാപനം വരുന്നത്. തന്റെ പ്രീമിയർ ലീഗ് കാലയളവിൽ ഫിറ്റ്നസ് പോരാട്ടങ്ങൾക്കിടയിലും തിയാഗോയുടെ കരിയർ ബാഴ്സലോണയിൽ നിന്നും ബയൺ മ്യൂണിക്കിൽ നിന്നും ഒന്നിലധികം കിരീടങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്നതായിരുന്നു. പന്തുമായി നീങ്ങുമ്പോൾ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാൾ. തിയാഗോയുടെ വിരമിക്കലോടെ തീർച്ചയായും ഫുട്ബോൾ ലോകത്തിന് നഷ്ടമാകുന്നത് ഒരു മാന്ത്രികനെയാണ്.